സോ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് സാക്ക് സ്നൈഡറിന്റെ ആ ഒരു യൂണിവേഴ്സ് എല്ലാം അവർ നിർത്തിയതിന് ശേഷമാണ് നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ പുതിയതായിട്ടുണ്ടായിരുന്ന DC യൂണിവേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് DC യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ കണ്ടന്റ് ആയിട്ടുള്ള ക്രീച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞ സീരീസ് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. കാരണം ആ ഒരു പുതിയ യൂണിവേഴ്സിൽ നിന്ന് വരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും, ഏതൊരു അപ്രോച്ചിലേക്കാണ് ജെയിംസ് ഗൺ ഈ ഒരു സീരീസിനെ കൊണ്ടുപോകണേ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ കൊണ്ടുപോകണേ എന്നുള്ളൊരു കാര്യം. അതെല്ലാം തന്നെ നമ്മൾ എന്താണെങ്കിലും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ടൈമൊന്നും കളയുന്നില്ല, അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. സോ എങ്ങനെയുണ്ട് ക്രീച്ചർ കമാൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ്? നമുക്ക് ഇപ്പോൾ 2 എപ്പിസോഡ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സോ ആ ഒരു 2 എപ്പിസോഡിനെ ആസ്പദമാക്കി തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ഇത് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് റിയാക്ഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കാരണം നമ്മൾ ഈ 2 എപ്പിസോഡിൻ്റെ റിവ്യൂ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ 2 എപ്പിസോഡ് കൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയേ പറയുള്ളൂ, നല്ലൊരു സ്റ്റാർട്ടാണ് ജെയിംസ് ഗണ്ണിന് തരാൻ സാധിച്ചിട്ടുള്ളത്. DC യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ആദ്യമായി ലഭിക്കുന്ന ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അന്നും പറഞ്ഞ് മൈൻഡ് ബ്ലോയിങ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷെ എന്നാലും നല്ലൊരു ഗുഡ് സ്റ്റാർട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ യുണീക്ക് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട റിക് ഫ്ലാഗിൻ്റെ ക്യാരക്ടറും അതുകൂടാതെ തന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ക്യാരക്ടറും തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു യുണീക്ക് ക്യാരക്ടർ നരേറ്റീവ് ആണെങ്കിലും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതും അവർക്ക് ഈ 2 എപ്പിസോഡിൽ സൂപ്പറായിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഏതൊരു ആനിമേറ്റഡ് ഷോയിനെയും പ്രത്യേകതയാക്കുന്നത് അതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റി തന്നെയാണ്. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, നല്ലൊരു ആനിമേഷൻ ക്വാളിറ്റി DCക്ക് ഇതിനകത്തും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതും ഈ ഒരു സീരീസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ്, ആ ഒരു ക്രിയേറ്റീവ് ഡയറക്ഷൻ അതെല്ലാം നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്തും തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഏതൊരു സൂപ്പർ ഹീറോ ജോൺറയിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടേക്ക് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് ഈ ഒരു സീരീസിനെ പ്രത്യേകതയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡിനകത്ത് ഇതേപോലത്തെ ക്രിയേറ്റീവ് ഐഡിയാസ് ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനകത്തുള്ള സൗണ്ട് ട്രാക്ക് ആണെങ്കിലും അതുകൂടാതെ വോയിസ് ആക്ടിങ്ങും അതുമെല്ലാം അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ DC ആനിമേഷൻ യൂണിവേഴ്സിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു തുടർക്കാഴ്ച നമുക്ക് ഇതിനകത്തും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇതിനകത്തുള്ള ഡയലോഗ്സും അതുകൂടാതെ തന്നെ നറേറ്റീവും പിന്നെ ഇതിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഹ്യൂമർ സെൻസും എല്ലാം തന്നെ. നിങ്ങൾക്ക് ജെയിംസ് ഗണ്ണിന്റെ സൂയിസൈഡ് സ്ക്വാഡ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെ പീസ് മേക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഏകദേശം അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു സിനിമ ഈ ഒരു ആനിമേറ്റഡ് സീരീസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതേപോലത്തെ ഹ്യൂമർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു ടീം കണ്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, DCയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടീമായിട്ടുള്ള സൂയിസൈഡ് സ്ക്വാഡ് തന്നെയാണ്. സോ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള വീണ്ടും ഒരു ജനറിക് സൂപ്പർ ഹീറോ ടീം അപ്പ് എന്നുള്ള രീതിയിൽ തോന്നാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു 2 എപ്പിസോഡിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ അത് പേസിങ് ഇഷ്യൂ തന്നെയാണ്. കാരണം ആദ്യത്തെ 2 എപ്പിസോഡിലേക്ക് നമ്മൾ നോക്കിയാൽ ചില ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രം അവർ ഫോക്കസ് ചെയ്തത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ക്യാരക്ടേഴ്സിനെ സൈഡ് ട്രാക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു പക്ഷേ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും എപ്പിസോഡ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ഇനിയും നമുക്ക് ഇതിനേക്കാളും നല്ല എപ്പിസോഡ് നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 3ാമത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി എന്നെ ഈ ഒരു ഷോ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറയുന്നത്, ഈ 2 എപ്പിസോഡ് ഉണ്ട് അവർക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇനി അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കുന്നു കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഓഡിയൻസിന് കൊണ്ടുവന്ന് തരാൻ അവർക്ക് എന്താണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. എന്തിനു ഞാൻ കൂടുതൽ പറയണം, ജെയിംസ് ഗണ്ണിനെ തന്നെ നമുക്ക് ഈ ഒരു ഷോയ്ക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ, DC യൂണിവേഴ്സിന് കിട്ടേണ്ടിയിരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടാണ് നമുക്ക് ഈ ഒരു ആനിമേറ്റഡ് സീരീസിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിനകത്ത് ഇത് ഇനിയും നല്ലതാകട്ടെ എന്ന് തന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. സോ നിങ്ങൾ ആക്ച്വലി ക്രീച്ചർ കമാൻഡേഴ്സ് കണ്ടോ അതോ നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.